പ്രവാസി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, പ്രവാസി നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രവാസി ഭാരതീയ ദിവസ് സംഘടിപ്പിച്ചു വരുന്നത്. ഇത്തവണത്തെ പ്രവാസി ഭാരതീയ ദിവസ് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് നടന്നത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുന്നവർക്ക് പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി രാജ്യം ആദരിക്കാറുണ്ട്. ഈ വർഷം ഗൾഫ് മേഖലയിൽ നിന്നും 2 പേർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അതിലൊരാൾ മലയാളിയാണ്. ഇത്തവണത്തെ പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് ഗൾഫ് രാജ്യങ്ങളിലെ 2 ഇന്ത്യക്കാർ അർഹരായി. ഇതിൽ ഒരാൾ മലയാളിയാണ് എന്നത് എല്ലാ കേരളീയർക്കും അഭിമാനാർഹമാണ്. ബഹ്റിനിലെ പൊതുപ്രവർത്തകനായ PV രാധാകൃഷ്ണപിള്ള, ഒമാനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി നിൽക്കുന്ന വ്യവസായി കിരൺ അഷർ എന്നിവരാണ് ഇത്തവണ പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയ ഗൾഫിലെ ഇന്ത്യക്കാർ. ജയ്പൂരിൽ നടന്ന പ്രവാസി ഭാരതീയ സമ്മേളനത്തിൽ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിൽ നിന്നും ഇരുവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പ്രവാസി സമ്മാൻ പുരസ്കാരത്തിന് PV രാധാകൃഷ്ണപിള്ളയെ തെരഞ്ഞെടുത്തത് ബഹ്റിനിലെ പൊതുപ്രവർത്തനത്തിലും വിദ്യാഭ്യാസ രംഗത്തും നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് സത്യത്തിൽ ബഹ്റിനിൽ നടത്തിയ സാമൂഹിക സേവനത്തിനുള്ള പുരസ്കാരമാണ്. സാമൂഹിക സേവനം എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിന് ഒരുപാട് ആളുകളുടെ സഹകരണം ഉണ്ടാകും. അപ്പോൾ ഈ ബഹ്റിനിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ നിസ്സീയമായ സഹകരണം കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചത്. സത്യത്തിൽ ഈ പുരസ്കാരം അവർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. ഈ അവാർഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഗൾഫിൽ ഏതാണ്ട് 30-35 ലക്ഷം കേരളീയരുണ്ട്. ഏക മലയാളിക്കാണ് ഇപ്രാവശ്യം ഈ അവാർഡ് ലഭിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു മലയാളിക്ക്, ഗൾഫിൽ നിന്നുള്ള ഒരു മലയാളിക്ക് അവാർഡ് നൽകുകയും അത് ഞാനായി മാറുകയും ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പുരസ്കാരം നേടി ബഹ്റിനിൽ തിരിച്ചെത്തിയ PVക്ക് ബഹ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയത്. ഈ പുരസ്കാരം ബഹ്റിനിലെ ഇന്ത്യക്കാർക്കായി സമർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇത്ര മനോഹരമായ ഒരു രാജ്യത്ത് കൂട്ടായ പ്രവർത്തനങ്ങളിൽ കൂടെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള അതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. ഇത് ഞാൻ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കുമായും ഇന്ത്യക്കാർക്കുമായും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. 1947 സ്ഥാപിതമായ ബഹ്റിൻ കേരളീയ സമാജത്തിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 3.5 ലക്ഷത്തോളം വരുന്ന ബഹ്റിനിലെ മലയാളികൾക്കായി 12 കോടി രൂപ ചെലവിൽ സമാജത്തിന്റെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ കഴിഞ്ഞത് പൊതുപ്രവർത്തന രംഗത്തെ മികച്ച പ്രവർത്തനമായി കാണുന്നതായി അദ്ദേഹം പറഞ്ഞു. ബഹ്റിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം ഇന്ത്യക്കാർക്കുണ്ട്. ഈ ഇന്ത്യക്കാർക്ക് അതുപോലെ തന്നെ 3.5 ലക്ഷത്തോളം, അതിൽ 3.5 ലക്ഷത്തോളം മലയാളികളാണ്. ഇവർക്കൊക്കെ ഒന്നിച്ചിരുന്ന് വിവിധ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുന്ന ഒരു ആസ്ഥാനം എന്നുള്ളത് പലരുടെയും ഒരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നത്തിന് ജീവൻ നൽകിയത് സത്യത്തിൽ 3 വർഷം കൊണ്ട് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണ്. അത് 40 ദിനാർ ശമ്പളം വാങ്ങിക്കുന്ന തൊഴിലാളി മുതൽ കോടികളുടെ ടേൺ ഓവറുള്ള കമ്പനികളുടെ അധിപന്മാർ വരെ ഈ കൂട്ടായ്മയിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഇതിൻ്റെ നല്ല വശം. സാധാരണക്കാരായ പ്രവാസികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇനിയും ഏറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സർക്കാരുകൾ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും രാധാകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു.